നമ്മുടെ നാട്ടിൽ കുറ്റവാളികൾക്ക് മാത്രമാണ് സ്വതന്ത്രരായി നടക്കാൻ സാധിക്കുന്നത്. നല്ലവരായ ആളുകൾക്ക്, കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവർക്കൊന്നും സ്വതന്ത്രമായി നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. അതിന് മികച്ച ഉദാഹരണമാണ് അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വിദ്യാർത്ഥിക്ക് നേരെയുണ്ടായ ആക്രമണം. അത് ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ പുറകിലുള്ള അന്വേഷണങ്ങൾ നടത്തി സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ആര് വേണമെങ്കിലും ആകാം, ഏത് പാർട്ടിയുടെയും മതത്തിന്റെയും ജാതിയുടെയും അനുയായിയാകാം. എന്നാൽ ഇതിനെതിരെ നിങ്ങൾ ഒരു തവണയെങ്കിലും ശബ്ദമുയർത്തിയില്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും ഇത് തന്നെ സംഭവിക്കും. അന്ന് നിങ്ങൾ തകർന്നു പോകും. നിങ്ങൾ സർക്കാരിനെയോ പോലീസിനെയോ എതിർത്ത് ചോദ്യം ചോദിക്കാനല്ല ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ അതിനെതിരെ ശബ്ദമുയർത്തണം എന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അത്ര വലിയ സംഭവം നടന്നു. 2 വിദ്യാർത്ഥികൾ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പുറത്തു നിന്നുള്ള ആരോ 2 പേർ വന്ന് അവരെ ആക്രമിക്കുന്നു. ഫോട്ടോസ്, വീഡിയോസ് എടുക്കുന്നു. കൂടെയുണ്ടായിരുന്ന ആൺ സുഹൃത്തിനെ അടിച്ചു താഴെയിടുകയും പെൺ സുഹൃത്തിനെ പീഡനത്തിന് ഇരയാക്കിയെന്ന വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ തകർന്നു പോകും. ഇത് നിങ്ങളുടെ കുട്ടികൾക്ക്, സഹോദരങ്ങൾക്ക്, സ്വന്തം മക്കൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരുപക്ഷെ ആ 2 പേരും കാമുകന്മാരായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, ഒരുപക്ഷെ സ്വകാര്യതയിലായിരുന്നിരിക്കാം. അത് അവരുടെ അവകാശം എന്ന് തന്നെ വയ്ക്കാം. പക്ഷേ ആരോ 2 പേർ ആ ഒരു സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തി സെൽഫോണിൽ വീഡിയോസ് എടുത്ത് ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ക്രമസമാധാന പാലനത്തെക്കുറിച്ചാണ് ചോദ്യം ചെയ്യേണ്ടത്. കൂടാതെ സംഭവം നടന്ന ആ ഒരു സ്ഥലം, അതൊരു വനപ്രദേശം, ഒറ്റപ്പെട്ട സ്ഥലമാണെന്നും പറയുന്നു. അവിടെ ഇനി സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ അതും ഇല്ല. ഇപ്പോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജ്ഞാനശേഖരൻ എന്നയാളെ. അവന് പുറകിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവരുമായി ചേർന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ ഇന്ന പാർട്ടിയാണ്, ഈ ഒരു പാർട്ടിയെ പിന്തുടരുന്ന ആളാണ് എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ രാഷ്ട്രീയം, പാർട്ടി, മയക്കുമരുന്ന് ഇവയെല്ലാം കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വളരെ കൂടുതൽ. അതിനിതും ഒരു ഉദാഹരണമാണ്. ഇതേ സമാനമായ രീതിയിൽ തമിഴ്നാട്ടിൽ സംഭവിച്ച മറ്റൊരു സംഭവമുണ്ട്. ക്രിസ്മസ് പ്രമാണിച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ബീച്ചിലേക്ക് പോകുന്നു. അവിടെ വന്ന മറ്റു ചില യുവാക്കൾ മദ്യവും മയക്കുമരുന്നും കഴിച്ച് ആ ബീച്ചിൽ വന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു. ഇന്നത്തെ കാലത്ത് വീക്കെൻഡ് വരികയാണ്, എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണ്, ക്രിസ്മസ് വരികയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ബീച്ചിൽ പോവുക, സന്തോഷമായിരിക്കുക, ഇതൊക്കെ എല്ലാ വീടുകളിലും കോളേജിലും നടക്കുന്ന സാധാരണ ഒരു കാര്യമാണ്. ഇങ്ങനെ പോയവരെയാണ് അവിടെ മദ്യം കഴിച്ചും മയക്കുമരുന്നിന് അടിമയായിരുന്നവർ ആക്രമിക്കുന്നത്. ശരീരഭാഗങ്ങളെ തൊടാൻ ശ്രമിച്ചു. ഈ സമയത്ത് ആ വിദ്യാർത്ഥികൾ എതിർത്ത് ചോദ്യം ചോദിക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതും സംഭവിച്ചത് തമിഴ്നാട്ടിൽ തന്നെയാണ്. ഇനി അണ്ണാ യൂണിവേഴ്സിറ്റിയിലേക്ക് വരാം. തമിഴ്നാടിന്റെ തന്നെ തലസ്ഥാനത്തിന്റെ സെന്ററിലുള്ള അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് ലൈംഗികാതിക്രമം നടന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊന്ന് വിശ്വസിക്കാൻ പോലും സാധിക്കില്ല. ഇപ്പോ അറസ്റ്റ് ചെയ്ത ഈ ഒരു വ്യക്തി ജ്ഞാനശേഖരൻ എന്നയാളുടെ പേരിൽ 13 കേസുകളുണ്ട്. മൊത്തം 13 കേസുകൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും അവൻ വളരെ സാധാരണ രീതിയിൽ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക. 13 കേസുകളുള്ള ഒരാളെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിച്ചേയില്ലേ? അപ്പോൾ കാരണം എന്തായിരിക്കും? അയാൾക്ക് രാഷ്ട്രീയ പിൻബലമുണ്ട്, രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, അല്ലെങ്കിൽ പണമുണ്ടായിരിക്കണം. ഏതെങ്കിലും ഒന്നുണ്ടായിരുന്നിരിക്കണം. ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ആളുകൾക്ക് സർവ്വസാധാരണമായി തെരുവിലിറങ്ങി നടക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പണം തന്നെ ശമ്പളമായി വാങ്ങുന്ന പോലീസുകാർ ജോലിയെ ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായും ജോലി ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിക്കണം എന്ന ജോലി വരുമ്പോൾ തന്നെ ആ പരിസരത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, അതൊരു മുഖ്യമന്ത്രിയോ MLA പോലുള്ള വലിയ പദവിയിലായിരിക്കണം എന്നൊന്നുമില്ല. സാധാരണ ഒരു പവറിലുള്ള ജില്ലാ സെക്രട്ടറി ആവട്ടെ, അയാൾക്ക് ചില വലിയ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുണ്ടെങ്കിൽ നേരിട്ട് പോലീസിലേക്ക് തന്നെ ഒരു ഫോൺ കോൾ പോകും. നിങ്ങൾ ഇയാളെ ശ്രദ്ധിക്കാൻ പാടില്ല, ആ കേസ് നിങ്ങൾ അങ്ങനെ വിട്ടുകളയണം എന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടാൽ അവരത് തന്നെ ചെയ്യും. ഇങ്ങനെയാണ് പല കുറ്റവാളികൾ വളരെ നിസ്സാരമായി സമൂഹത്തിൽ വിഹരിക്കുന്നത്. 2011 ഇതേ ജ്ഞാനശേഖരൻ എന്ന കാമപ്രാന്തൻ ഇതുപോലെ തന്നെ അണ്ണാ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇതേ രീതിയിൽ വീണ്ടും കേസുകൾ ഫയലാകുന്നു.
മൊത്തം 13 കേസുകൾ. അവന്റെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചു. അതിൽ ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. നിരവധി പെൺകുട്ടികളുടെ സ്വകാര്യ വീഡിയോസ് അവന്റെ പക്കലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്താണ് സംഭവിക്കുന്നത് എന്ന്? കോളേജ് കാലമാണ്. നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതൊക്കെ സർവ്വസാധാരണമാണ്. അതൊന്നും ചോദ്യം ചോദിക്കാനേ സാധിക്കില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് തൊട്ടടുത്ത് ഇവൻ ഒരു ബിരിയാണി ഷോപ്പ് നടത്തുന്നു. ജോലി കഴിഞ്ഞതിന് ശേഷം അവൻ നിരീക്ഷിക്കും ആരെല്ലാമാണ് അവിടെ ഒറ്റയ്ക്ക് വരുന്നത്, ആരെല്ലാമാണ് സ്വകാര്യതയിലുള്ളത്. ഇവയെല്ലാം നിരീക്ഷിക്കുകയും മുഖംമൂടി ധരിച്ച് അല്ലെങ്കിൽ അകത്തേക്ക് കയറി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് വീഡിയോ എടുത്ത്, ഫോട്ടോസ് എടുത്ത് ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. നിങ്ങളുടെ വീഡിയോസ് എന്റെ പക്കലുണ്ട്, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടും. ഈ പെൺകുട്ടിയെ എനിക്ക് താ എന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ച് അവരെ വേദനിപ്പിക്കും. നമ്മുടെ കുടുംബത്തിന് എന്ത് സംഭവിക്കും, അഭിമാനം നഷ്ടമാകുമോ എന്നുള്ള ഭയത്തിൽ ആ പെൺകുട്ടികൾ സമ്മതം ഇല്ലാതെയോ സമ്മതം ഉണ്ടായിട്ടുകൂടിയോ അവന്റെ ഭീഷണിക്ക് മുൻപിൽ തലകുനിയേണ്ട സാഹചര്യം പോലും വന്നിട്ടുണ്ട്. ഇത്രയും ദിവസം ഇങ്ങനെയുള്ള മൃഗീയമായ കാര്യങ്ങളാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നിങ്ങളിൽ പലരെങ്കിലും ചിന്തിച്ചേക്കാം, ഇങ്ങനെ ഒരു സംഭവമല്ലേ നടന്നിട്ടുള്ളൂ, ഇത് വലിയ തെറ്റാണോ എന്ന്. ഇവിടെ ഒരു തെറ്റല്ല സംഭവിച്ചത്. പല കുട്ടികളും ഇതിനിരയായിട്ടുണ്ട്. എന്നാൽ അലറി നിലവിളിച്ച കുട്ടികളുടെ ശബ്ദം മാത്രമേ പുറം ലോകം കേട്ടുള്ളൂ. എന്നാൽ ശാന്തമായി തന്നെ പല സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുപോലൊരു വേദന എത്ര പെൺകുട്ടികൾ അനുഭവിച്ചിട്ടുണ്ടാകും? ഇപ്പോ ഈ അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ പെൺകുട്ടിക്കും ഇത് തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ളവരെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ സിസ്റ്റം എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് ചെയ്യുന്നത്? ഒരാൾ ഇത്രയേറെ തെറ്റുകൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ചെറിയ വിവരം പോലും ലഭിച്ചിട്ടുണ്ടാകില്ലേ? ഇതിൽ സത്യം എന്താണെന്ന് ചോദിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പല ഉദ്യോഗസ്ഥരും ചേർന്നാണ് വലിയൊരു മയക്കുമരുന്ന് കച്ചവടം തന്നെ നടത്തുന്നത്. അതുതന്നെ വലിയ ഞെട്ടലാണ്. ഇതിലും വലിയൊരു കാര്യം, ഈ ഒരു കേസിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ്. ആ ഏരിയയിൽ ലൈറ്റ് ഇല്ല, ശരിയായ സെക്യൂരിറ്റി ഇല്ല, അവിടെ പോലീസ് ഇല്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളായി പറഞ്ഞു വരികയാണ്. ഒരു ജീവൻ നഷ്ടപ്പെടുകയോ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശേഷമോ മാത്രമാണ് അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ മാധ്യമങ്ങൾക്ക് മനസ്സിലാവുക. അല്ലെങ്കിൽ അവിടെ എന്തില്ലെങ്കിലും ആർക്കും യാതൊരു പ്രശ്നവുമില്ല. ലൈറ്റ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല, നടന്നു പോകാൻ വഴിയില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ആ പ്രദേശത്ത് ആരെങ്കിലും മരിച്ചാലോ ഇതുപോലുള്ള പീഡനങ്ങൾക്ക് ഇരയായാലോ മാത്രമാണ് നമ്മുടെ സിസ്റ്റം അത് മനസ്സിലാക്കുകയും അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തരുന്നതും. അപ്പോ ഓരോ വ്യക്തികളെയും ബലി കൊടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് വന്നാൽ നമ്മൾ എല്ലാവരും മരിക്കേണ്ടി വരും. ഇനി അതിനുശേഷമാണെങ്കിലും എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ എന്ന് നോക്കിയാൽ അതും ഒരു ചോദ്യമാണ്. പല മാധ്യമങ്ങളിൽ വന്ന വാർത്ത അണ്ണാ യൂണിവേഴ്സിറ്റി പരിസരത്ത് CCTV പ്രവർത്തിക്കുന്നില്ല എന്ന്. അതെങ്ങനെയാണ് സംഭവിക്കുക? ഈ കുറ്റം നടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം കൃത്യമായി എങ്ങനെയാണ് ഈ CCTV വർക്കാകാതെ പോകുന്നത്? ഇത് സാധാരണ ഒരു വീട്ടിൽ എങ്ങനെയായാലും നമ്മുടെ ഏരിയയിൽ ഏതെങ്കിലും ഒരു വീട്ടിലെങ്കിലും CCTV ഉണ്ടാകും. അതൊക്കെ ശരിയായി വർക്കാകുന്നുണ്ടല്ലോ. ഇത്രയും വലിയൊരു യൂണിവേഴ്സിറ്റി, ഇത്രയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ ഇടയിൽ നിന്നെല്ലാം പല ഫീസുകൾ എണ്ണി വാങ്ങുന്നുണ്ട്. ഇങ്ങനെ ഇവരുടെ പണമെല്ലാം വാങ്ങുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് CCTV പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ലേ? ആ ഏരിയയിൽ സ്ട്രീറ്റ് ലൈറ്റ് പോലും വയ്ക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്താണ് നേടിയത്? ഒരു വലിയ കോളേജിൽ ഇത്രയും വലിയൊരു പ്രശ്നം സംഭവിച്ചു. ഇതിലും വലിയ അപമാനം എന്താണുള്ളത്? ശരി, ഇനി മാധ്യമങ്ങളിലേക്ക് വരാം. മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമോ എന്ന് നോക്കിയാൽ ഇല്ല, അവരത് സംസാരിക്കില്ല. ഇനി അവരത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം മണിപ്പൂരിൽ നടന്നിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ, ഗുജറാത്തിൽ നടന്നിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങൾ അത് ലൈവായി തന്നെ ടെലികാസ്റ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ തൊട്ട് അയൽനാട്ടിലാണ്. എന്നാൽ ഇതിനെക്കുറിച്ചൊരു ഡിബേറ്റ് പോലും നടന്നിട്ടില്ല. ഒരുപക്ഷെ മാധ്യമങ്ങൾ ഇതിനുവേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിരുന്നെങ്കിൽ ഒരു മാറ്റമെങ്കിലും അവിടെ സംഭവിക്കുമായിരുന്നു. ഇപ്പോ ഒരു പെൺകുട്ടിയുടെ ജീവിതം നഷ്ടമായി. ഇത് കാരണം ആ കോളേജിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും വിശ്വാസവും നഷ്ടമായി. കൂടാതെ ഒരു ഭയവും അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഭയം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായ കാര്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ അടിമകളായത്? അവർ നമ്മുടെ മനസ്സിൽ ഭയം നട്ടുപിടിപ്പിച്ചു. ആയിരക്കണക്കിന് ബ്രിട്ടീഷുകാർ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ അടിമകളാക്കി. അങ്ങനെയാണോ? ഇല്ല. ബ്രിട്ടീഷുകാരുടെ പക്കൽ ആയുധങ്ങളും തോക്കുകളും ഉണ്ടായിരുന്നു. അത് കണ്ട് നമ്മൾ ഭയപ്പെട്ട് അവരുടെ അടിമകളായി മാറി. ഇത്തരം ഭയമാണ് കുറ്റവാളികളും കുട്ടികൾക്കുള്ളിലേക്ക് വിതയ്ക്കുന്നത്. ഇങ്ങനെ ഒരു ഭയം
നമ്മുടെ നല്ലൊരു ഭാവിയെ തന്നെ തടസ്സപ്പെടുത്തുന്നു. കൂടാതെ ഈ മയക്കുമരുന്നാണ് കടൽ തീരത്ത് കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികളെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചത്. ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ നമ്മൾ എന്താണ് ഇത്ര നാളും ചെയ്തത്? ഇതിനെ തടയാൻ നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ അവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്നാൽ അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഈ മയക്കുമരുന്ന് സമൂഹത്തിൽ അതിവേഗം പ്രചരിക്കുകയാണ്. എവിടെയും ഈ കഞ്ചാവിന് അടിമകളായ യുവാക്കളെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. മദ്യം കഴിച്ച് ബഹളമുണ്ടാക്കുന്നവരെയും കണ്ടെത്താൻ സാധിക്കും. ഓരോ കുടുംബത്തിലും ഈ ലഹരി നാശം വിതയ്ക്കുകയാണ്. എത്ര തന്നെ ഇതുപോലുള്ള കേസുകൾ സംഭവിച്ചാലും രാഷ്ട്രീയക്കാർ മാറില്ല. രാഷ്ട്രീയക്കാരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇവരൊന്നും സമൂഹത്തിന്റെ ക്ഷേമത്തിനായി ചോദ്യമുയർത്തുകയില്ല. ഇവിടെ ഒരു കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ആ ഒരു കുടുംബത്തിന്റെ പ്രശ്നം മാത്രം. എന്നാൽ അതിനുശേഷം അവരനുഭവിക്കുന്ന വേദന, അവരുടെ ജീവിതം, അവരുടെ വിദ്യാഭ്യാസം, ഇതിനൊക്കെ എന്താണ് സംഭവിക്കുക? ഒരു തലമുറയെ തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തി നിൽക്കുകയാണ്. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും? മകളുടെ ഫോട്ടോ പുറത്തു വരുമോ? വീഡിയോസ് പുറത്തു വരുമോ? നമ്മുടെ കുടുംബത്തിന്റെ പേര് പുറത്തു വരുമോ? ഇങ്ങനെ എത്രത്തോളം ഭയത്തിലാണ് അവർ ജീവിക്കുന്നത്? ഇങ്ങനൊരു സംഭവം അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നടന്നു എന്നുള്ളതാണ് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം. ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംസാരിക്കുക, ചോദ്യം ചോദിക്കുക. ഇങ്ങനെ ഒരു തെറ്റ് ഇനി സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇല്ല, ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം തന്നെയുണ്ട്. നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ എന്നൊന്നും അറിയില്ല. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ഇങ്ങനെയുള്ള തെറ്റുകൾ ഇനി സംഭവിക്കാതിരിക്കാൻ നമ്മുടെ സർക്കാർ തന്നെ മുൻകൈ എടുക്കണം. ഇങ്ങനൊരു കാര്യം മാത്രമേ നമുക്ക് ആവശ്യപ്പെടാൻ സാധിക്കൂ. ഈ സർക്കാരിനെതിരെയോ നിയമത്തിനെതിരെയോ ഒന്നും ചോദ്യം ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്കുള്ളത്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മെ തന്നെ അവർ മൂലക്കിരുത്തും. ഇത്തരത്തിലുള്ള ഭയം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാനേ പാടില്ല. അവർക്കെതിരെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ ഒരു ലേബൽ എഴുതി ഒട്ടിക്കും. അല്ലെങ്കിൽ നമ്മളെ ചില ജാതികളെ പിന്തുണയ്ക്കുന്നവരായി മുദ്ര കുത്തപ്പെടും. അതുകൊണ്ടാണ് പലരും അവരുടെ ഉൾക്കാഴ്ചകൾ പങ്കിടുന്നതിന് പകരം നിശബ്ദരായിരിക്കുന്നത്. ശരി, ഇത്രയും ദിവസം നിങ്ങൾ ശാന്തരായിരുന്നു. ഇനി വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ. ഇതിനകം 13 കേസുകളുള്ള ഒരു വ്യക്തി, ഇപ്പോൾ വീണ്ടും ഒരു കേസ് കൂടെ. ഇനിയാണെങ്കിലും അവൻ ആവശ്യമായ ശിക്ഷ നേടിക്കൊടുക്കാമല്ലോ. ഇതുപോലുള്ള കുറ്റവാളികൾ എത്ര പേർ ഇനിയും സമൂഹത്തിൽ ഉണ്ടാകും? ഇനി ഇങ്ങനെയുള്ള കുറ്റവാളികൾ രൂപപ്പെടാതിരിക്കാനാണെങ്കിലും എന്തെങ്കിലും ചെയ്യാമല്ലോ. അവിടെ CCTV വർക്കാകുന്നില്ല, ലൈറ്റ് ഇല്ല, പോലീസുകാരില്ല, സെക്യൂരിറ്റി ഇല്ല. ഇത്രത്തോളം പ്രശ്നങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. ഇനിയും നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും എതിർത്ത് ചോദ്യം ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മളെയും ആ കൂട്ടത്തിൽ തന്നെ പെടുത്താം. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.